അയ്യോ ഈ സാരി ഉടുത്ത് എന്നെ കൊണ്ട് പറ്റുന്നില്ല ഗൈസ്. മെയിൽസിന് മുൻ തന്നെയാണ്. അമ്മ ഇവിടുത്തെയാണോ? ഇവിടെ കുറെ സീക്രട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. സിസ്റ്റം പേടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് മുതൽ 90% ഫുള്ളും സ്പോയിൽഡ് ആയി. എന്റെ വീട്ടിലൊക്കെ മുല്ലപ്പ് എന്തോരുണ്ടായിരുന്നു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അതായത് ഇപ്പൊ ഞാനുള്ള നമ്മുടെ പത്മനാഭ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ്. ഫ്രണ്ട് വരുന്നത് ആ സൈഡാണ്. നമ്മുടെ പണ്ട് രാജാങ്കന്മാര് വനിത കവാടം ഫ്രണ്ട് ഗേറ്റ് ആണ്. ആക്ച്വലി അതിന്റെ ഫ്രണ്ടിൽ ബസ് സ്റ്റോപ്സ് ഒക്കെ അവൈലബിൾ ആണ്. അവിടെ ബസ് ഇറങ്ങിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ കുറെ വശങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് തിരിയുന്നില്ല. ഇതാണ് അതിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത്. അകത്തോട്ട് ഈ ക്യാമറ ആക്സസ് ഒന്നും അലോഡ് അല്ല, അപ്പൊ നമുക്ക് ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ആൻഡ് ഇവിടെ കുറെ സീക്രട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹിസ്റ്ററി കാര്യങ്ങള്. എനിക്ക് 10th ഇഷ്ടമല്ലാത്ത സബ്ജക്ട് ഹിസ്റ്ററി ആയിരുന്നു, പക്ഷെ ഞാൻ ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് കുത്തിരുന്നതിന്റെ ഹിസ്റ്ററി ഒക്കെ പഠിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ അതേ ഞാൻ അതെല്ലാം പറഞ്ഞു തരാം. ആൻഡ് ഇത് എന്റെ കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഗൈസ്. കം ഓൺ. മുല്ലപ്പൂ എത്രയാ? ഒരു മുളം 100. എന്റെ വീട്ടിലൊക്കെ മുല്ലപ്പൂ എന്തോരുണ്ടായിരുന്നു. ഒരു മുളം 100. ഇത് 70. ഇത് ഒരു മുളം ഉണ്ടോ? ഈ നമ്മൾ ഒരു മുളം ഇളക്കണം. 1.25 കൊറേ നാളായിട്ട് മുല്ലപ്പൊക്കെ വെച്ചിട്ട് എപ്പോഴും ഓഫീസിലൊക്കെ പോകുന്നോണ്ട് മുല്ലപ്പൊന്നും വെക്കാൻ പറ്റുന്നില്ല. നമ്മളിതിങ്ങനെ ഡോസ് ചെയ്യാൻ പറ്റും. സ്ലൈഡ് ഒക്കെ വേണമായിരുന്നു. അയ്യോ ഈ സാരി ഉടുത്ത് എന്നെ കൊണ്ട് പറ്റുന്നില്ല ഗൈസ്. പിന്നുണ്ടോ? ഞങ്ങള് പിന്നൊക്കെ തന്നു. ശരിയായോ? ഞാനിവിടെ പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് ഫ്രീ ട്രിപ്പിൽ ഞാൻ ഇവിടെ വന്നതാ. അതിന് ശേഷം ഞാൻ ഇവിടെ വന്നില്ല. അന്ന് വന്നതും ഇപ്പൊ വരുമ്പോ ഭയങ്കര ഡിഫറൻസ് ഒക്കെ തോന്നുന്നു. Okay, let's go. അമ്പലക്കുളത്തിലെ മീനെ നമുക്ക് തീറ്റിയിടാം. ഇത് ഫ്രീ ആയി തന്നുണ്ട്. അവിടെ ഒരു ചേട്ടക്ക് പൈസക്ക് കൊടുക്കുന്ന ചോദിച്ചപ്പോ എനിക്ക് ഇത്രയും തന്നു. ആക്ച്വലി മീനൊക്കെ കാണുമ്പോൾ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഫിഷാണ് ചിക്കനേക്കാളും. അമ്പലക്കുളത്തിൽ മീനൊക്കെ കഴിക്കുന്നുണ്ട്. പാർട്ട്നേഴ്സ് തമ്മിൽ ഇങ്ങനെ എന്തൊക്കെയോ ഒരു എന്തൊരു മീൻ, എന്തൊരു സൈസ് അതിന് കാണുന്നു. കഴിക്കാൻ തോന്നുന്നു എനിക്ക്. ഇവിടുത്തെ മീന് അമ്മമ്മ ഇവിടുത്തെ ആണോ? പാർട്ടിക്കാരായിരിക്കും, അങ്ങനെ ആയിരിക്കല്ലേ? വലിയ വലുതാണ്. അമ്മമ്മ ഇവിടുത്തെ ആണോ? ഇതാണ് ടെമ്പിളിന്റെ ഫ്രണ്ട് വരുന്നത്. ഇവിടെ ഈ ക്ലോത്ത് ഒന്നും അറിയത്തില്ല. ഫോണെല്ലാം കൊടുക്കണം. ഇവിടെയാണ് നമുക്ക് മുണ്ടൊക്കെ അവൈലബിൾ ആണ്. എന്തൊക്കെ വേണമെങ്കിൽ ഈ നവരാത്രി ഡ്രസ് കീപ്പിംഗ് സെന്ററിലോട്ട് വന്നാൽ മതി. ക്ഷേത്രത്തിന്റെ കുറച്ച് അടുത്തായിട്ട് തന്നെയാണ് വരുന്നത്.
ഗൈസ് ഇത് കണ്ടോ, ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ട്. ലൈൻ നിൽക്കാം. എനിക്ക് കൊച്ചുങ്ങളോട് സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഫോണിൽ എന്തെങ്കിലും പക്ഷെ ടീച്ചേഴ്സ് ഒക്കെ കൂടെ ഉണ്ട്. ശരിയാ, നല്ല രസമുണ്ട്. ആൻഡ് ഈ ടെമ്പിളിന്റെ ഈ സൈഡൊക്കെ കാണുന്നത് കൊട്ടാരങ്ങളും പണ്ട് പണിത സംഭവങ്ങളായി കൊളായാലും. ആൻഡ് ഇവിടെ കാണുന്ന ഒരു ട്രസ്റ്റ് ഒരു ബിൽഡിംഗ് ഉണ്ട്, കാണിച്ചു തരാം. ആൻഡ് ഞാനിപ്പോൾ ഇവിടുത്തെ ഹിസ്റ്ററി പറയാൻ പോവാം. എനിക്കൊന്നും ഓർമ്മയില്ല. ഈ മാർത്താണ്ഡവർമ്മ പണിതതാണ് ഈ പത്മനാഭ ക്ഷേത്ര ടെമ്പിൾ. പണ്ട് ഇതൊരു ഫയർ ആക്സിഡന്റിൽ 90% ഫുള്ളും സ്പോയിൽഡായി. അതിന് ശേഷം ഞാൻ പറഞ്ഞ ഈ മാർത്താണ്ഡവർമ്മ പുതുക്കി പണിഞ്ഞ ഒരു പത്മനാഭ ക്ഷേത്രമാണ്. അതിന് ശേഷം പുതുക്കി പണിഞ്ഞിട്ടില്ല. ആ ഒരു ടെക്നോളജി ഇല്ലാത്ത കാലത്ത് തന്നെ എന്തെല്ലാമോ ലൈക്ക് മാനുവൽ ടെക്നോളജി യൂസ് ചെയ്ത ഒരു ടെമ്പിളാണ്. ഇതിൽ കുറേ സീക്രട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇവിടെ നിലവറകൾ വരുന്നുണ്ട്. അതിന് ABCDE ആയിട്ട് ഇപ്പൊ കാണാപ്പാടാണ്, എനിക്കൊന്നും ഓർമ്മയില്ല. ABCDE 6 or 7 നിലവറകളുണ്ട്. 3 മോസ്റ്റ്ലി ഓപ്പൺ ചെയ്തെന്നാണ് തോന്നുന്നത്. ലക്ഷങ്ങൾ കോടികളുടെ മുതലുകൾ അവിടെ നിൽപ്പുണ്ട്. കുറെ ആഭരണങ്ങളും രത്നങ്ങള് കാണാൻ കൊതിക്കുന്നുണ്ട്. എന്തോ കേസ് എല്ലാം പോകുന്നുണ്ട് ഇപ്പോഴും. ഒരു മ്യൂസിയത്തിൽ ആ രത്നങ്ങളൊക്കെ കൊണ്ട് വെക്കാനുമുള്ള പെർമിഷൻസ് ഒക്കെ ആയിട്ട് ഇപ്പൊ കേസ് പൊക്കോണ്ടിരിക്കുന്നത്. അതൊക്കെ സാധിച്ചാൽ ആദ്യം പോയത് കാണണം. എൻ്റെ പത്രക്കേ ഉള്ളൂ. എനിക്കിനി ഹിസ്റ്ററി ഇത്രയ്ക്ക് നിൽക്കത്തുള്ളൂ. എനിക്ക് ഹിസ്റ്ററിയിൽ എന്താ പറയാ 10th അധികം മാർക്കൊന്നുമില്ല. ഈ ടെമ്പിളിന്റെ മുന്നിലായിട്ട് കുറെ പേർക്ക് അകത്ത് കയറാൻ മടിയായതുകൊണ്ട് പുറത്തുനിന്ന് തന്നെ ദർശിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണാൻ കുറച്ച് വൈബായിട്ടുണ്ട്. കുഞ്ഞു കുട്ടികളും വയസ്സായ അമ്മൂമ്മ അപ്പൂപ്പൻസോടൊക്കെ ഞാൻ വീഡിയോ ക്ലിപ്പിലായിട്ട് ഇടാൻ കിട്ടിയാൽ. ആൻഡ് ഇവിടുത്തെ ഡ്രസ് കോഡ് കാര്യങ്ങൾ മെയിൽസിന് മുൻ തന്നെയാണ്. ദെൻ ഫീമെയിൽസിന് വന്നിട്ട് സാരി അല്ലെങ്കിൽ ഈവൻ ജീൻസ് ഓർ പാൻറ് ധരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഇവിടെ നിന്നൊരു മുണ്ട് മേടിച്ചിട്ട് അത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് അത്രയ്ക്കേ ഉള്ളൂ. ആൻഡ് ഇവിടെ രാവിലെ ഈ റെയിൽവേ സ്റ്റേഷൻ വന്നിട്ട് റീഫ്രഷ്മെന്റ് റൂമിനായിട്ട് ഒരുപാട് ട്രൈ ചെയ്തു, ഒന്നും കിട്ടിയില്ല. നിങ്ങൾ ഇതുപോലെ വരാൻ നിൽക്കുകയാണെങ്കിൽ ഓൾറെഡി ബുക്ക് ചെയ്ത് വരാം. ട്രെയിൻ ആണെങ്കിൽ റിട്ടയറിംഗ് റൂം ഉണ്ട്, മുന്നേ ബുക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഞാൻ അകത്ത് പോയി ഭഗവാനെ ദർശിച്ചിട്ട് വരാം, എക്സ്പീരിയൻസ് പറയാം. ആക്ച്വലി ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അവിടെ ഒരു ദേവസ്ഥാനം ലോഡ്ജ് ഉണ്ട്, റെസ്റ്റ് റൂം കാര്യങ്ങളൊക്കെ. ആൻഡ് ഇവിടുത്തെ ദർശന സമയം ഭയങ്കര കൺഫ്യൂസ് ആവുകയാണെങ്കിൽ ഫ്രണ്ടിൽ തന്നെ അവരൊരു ഡിജിറ്റലൈസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കിയാൽ കറക്റ്റ് സമയമൊക്കെ അറിയാൻ പറ്റും. ഹായ് ഗൈസ്, അപ്പൊ അങ്ങനെ ലാസ്റ്റ് ഫൈനലി മഹാവിഷ്ണുവിന്റെ ദർശനം കഴിഞ്ഞപ്പോ ഇറങ്ങിയതേ ഉള്ളൂ. ഒടുക്കത്തെ വിശപ്പ, 11:30 ഇതുവരെ കഴിച്ചിട്ടില്ല. ഭയങ്കര വിശപ്പ്. അതിനകത്ത് പോകുമ്പോൾ തന്നെ ഭയങ്കര പീസ്ഫുൾ ആണ്. അപ്പൊ എനിക്ക് വിശപ്പൊന്നും അധികം ഉണ്ടായില്ല. ഇറങ്ങിയപ്പോ ഒടുക്കത്തെ വിശപ്പായിരുന്നു. അപ്പൊ എല്ലാരും ലൈക്ക് എന്തെങ്കിലും, ഇത് എന്റെ സൈഡിൽ നിന്ന് തരുന്ന ഒരു ചെറിയൊരു മോട്ടിവേഷൻ ഓർ ടിപ്സ്, എനിത്തിങ് വാട്ട് എവർ ഇറ്റ് ഈസ്. എന്തെങ്കിലും സാഡ്നെസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ടെമ്പിളിലോട്ട് വരെ, അകത്തോട്ട് പോവാ. ഫോണ് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തിട്ട് പോകേണ്ട ആവശ്യമില്ല. മൈൻഡ് നല്ല ഫ്രീ ആവും. നല്ലൊരു എന്താ പറയാ തെറാപ്പി എന്ന് പറയാം, മൈൻഡ് തെറാപ്പി എന്ന് പറയാം. നൈസായിരുന്നു. ഇവിടെ എല്ലാവരും ഇതിനെ തന്നെ നോക്കി നിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി മണി അടിക്കാന്ന് അറിയുന്നില്ല. എല്ലാവരും ഇതിനെ തന്നെ ഫോക്കസ് ചെയ്തോണ്ടിരിക്കുക. നമുക്കും നോക്കാം. എന്തോ ഹിസ്റ്റോറിക്കൽ ഈ അമ്പലത്തിന്റെ അടുത്തായിട്ട് നമുക്ക് 2 കുഞ്ഞു ഷോപ്സ് വരുന്നുണ്ട്. ഇവിടെ കുറെ ക്യൂട്ടായിട്ട് നമുക്ക് കിട്ടും. പത്മനാഭത്തിന്റെ വിഗ്രഹമൊക്കെ കിട്ടും. ഇതുപോലെ ഓരോരോ എവിടെ ഏതെങ്കിലും ഒരു പ്ലേസിൽ പോകുമ്പോൾ ഓരോ തിങ്സ് ക്യാരി ചെയ്യുന്നതും മേടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് മുതൽ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.